ദിയമോളെ ലോറി ഇടിപ്പിച്ചു കൊല്ലാൻ ആളിനെ ഏർപ്പാടാക്കിയിട്ട് നിൽക്കുക ഈ സ്ത്രീ. ദിയമോളെ ലോറി ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്നോ? നിന്റെ തലയ്ക്ക് എന്താടാ ഓളമാണോ? അതോ നിന്റെ പതിവ്രത രത്നമായ വന്ദനയുടെ തലയുടെ മന്ത്രം കേട്ടും വട്ടായിപ്പോയോ? ഞാൻ ആരെയും ലോറി ഇടിപ്പിച്ചു കൊല്ലാനൊന്നും ഇറങ്ങിയിട്ടില്ല. ജഗ, നീ എന്ത് അടിസ്ഥാനത്തിൽ അപ്പച്ചയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അത്ര ക്രൂരതയൊന്നും ഈ അപ്പച്ച ചെയ്യില്ല. വേണ്ട, എനിക്ക് ആരുടെയും വക്കാലത്തൊന്നും വേണ്ട. അപ്പച്ച ചെയ്തില്ലെങ്കിലും നിർബന്ധിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഏട്ടന്റെ ഭാര്യ വിദ്യേട്ടത്തെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജഗ, അനാവശ്യം പറയരുത്. അപ്പച്ചി പറഞ്ഞതാ ശരി. നിന്നെ ശരിക്കും എരിയേറ്റി വിട്ടിരിക്കുക നിന്റെ ഭാര്യ വന്ദന. എന്റെ ഭാര്യയെയും അപ്പച്ചയെയും കരുതേച്ച് കാണിച്ച് നിന്റെ കെട്ടിയോടെ വെള്ള പൂശാനുള്ള നിന്റെ ശ്രമം കൊള്ളാം. പക്ഷേ ഇതൊന്നും ഇവിടെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. വെറുതെ ഓരോന്ന് ചമച്ചുണ്ടാക്കി എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. വന്നോ ആ എരണം കെട്ട വന്ദനെ അവളുടെ അനാഥ കുഞ്ഞിനെ വണ്ടിയേറ്റി കൊല്ലാനും മടിക്കില്ല ഞാൻ. അറിയാം, കൊല്ലാനും നിങ്ങൾ മടിക്കില്ലെന്നറിയാം. ജഗൻ എന്റെ മോന, അവൻ കള്ളം പറയില്ല. എന്താ മോനെ, എന്താ സംഭവിച്ചത്? ദീമോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ ഞാനും മോളും കൂടെ പോയതാ. പെട്ടെന്ന് ഒരു ലോറി ദീമോളെ ഇടിച്ച് തെറിപ്പിക്കാനായിട്ട് വന്നത്. എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ലോറി കുഞ്ഞിന്റെ മുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞു. പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഈ നിൽക്കുന്ന ആനന്ദവല്ലി അപ്പച്ചി തന്നെയായിരിക്കും. എന്താടി സുബലതേ, നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാനാണത് ചെയ്തതെങ്കിൽ ചെയ്തു എന്ന് തുറന്ന് സമ്മതിക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ചെയ്തിട്ടില്ല. ഞാനും വന്ദനയും മോളും ആർക്കും ഒരു ശല്യമാവാതെ ഒതുങ്ങി കഴിയുക. ആ മാന്യത എല്ലാവരിൽ നിന്നും ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. മറിച്ചായാൽ അച്ഛനെന്നോ അപ്പച്ചെന്നോ ഏട്ടത്തിയെന്നോ ഒന്നും ഞാൻ നോക്കില്ല. ജഗന്റെ പുതിയൊരു മുഖം കാണേണ്ടി വരും. മാനത്തെ കൊട്ടാ